കാരാഗൃഹത്തിൽ കിടക്കുന്ന സ്നാപക യോഹന്നാൻ ശിഷ്യന്മാരെ അയക്കുകയാണ് യേശുവിൻ്റെ അടുത്ത്. ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണോ അതോ നീ തന്നെയാണോ വരാനുള്ളവൻ? ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: എന്നെ ചെയ്യാത്ത തെറ്റിന് പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. ഹെരോദിയ എന്ന് പറയുന്ന ദുഷ്ട സ്ത്രീ ഇസബെലിൻ്റെ പ്രതീകമാണ്. അവൾ എന്നെ നോക്കി പരിഹസിക്കുകയാണ്, ചിരിക്കുകയാണ്. നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ? യേശുവിൻ്റെ മറുപടി: കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. യോഹന്നാൻ ഇത്രയും കേട്ടാൽ മതിയായിരുന്നു. അദ്ദേഹം സമാധാനത്തോടെയായി. പിന്നീട് കൊല്ലാൻ വന്ന പടയാളിയുടെ മുമ്പിലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിന്നു. കാരണം അദ്ദേഹം ഭാരപ്പെട്ട എല്ലാ വിഷയത്തിനുമുള്ള മറുപടി ഇതിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഭാരം എന്താ? മരണമാണ്. മരിച്ചാൽ ഉയർപ്പിക്കുന്ന ഒരുത്തനാണ് പുറത്തുള്ളത് എനിക്ക്. പിന്നെ കുഷ്ഠരോഗികൾ, പാപികൾ, കണ്ണ് കാണാൻ വയ്യാതെ തെറ്റ് ചെയ്യുന്നവർ, സത്യം കേൾക്കാതെ വണ്ണം ചെവി അടച്ചു കളയുന്നവർ, ഹെരോദിയായാലും ഹെരോദാവായാലും പടയാളിയായാലും പട്ടാളക്കാരനായാലും, യോഹന്നാൻ അനുഭവിച്ച സകല വിഷയത്തിനുമുള്ള പരിഹാരം, അയാൾ കിടക്കുന്ന കാരാഗൃഹത്തിനുൾപ്പെടെ എല്ലാ വിഷയത്തിനും പരിഹാരം എനിക്ക് പുറത്തുണ്ട്. വചനത്തിനോ ബന്ധനമില്ല. ഇന്ന് നമ്മൾ എന്ത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? ദൈവവചനത്തിനോ ബന്ധനമില്ല. നീ അകത്താണോ? പേടിക്കണ്ട, പുറത്ത് നിന്നെ രക്ഷിക്കാൻ ആളുണ്ട്. നീ ഭാരപ്പെടുന്ന സകല വിഷയത്തിനും മറുപടി ദൈവവചനത്തിലുണ്ട്. നീ ലജ്ജിച്ചു പോകയില്ല, നിന്റെ ശത്രുക്കൾ ലജ്ജിച്ചു പോകും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് കഷ്ടം, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ധൈര്യമായിരിക്കുക, യേശു നിങ്ങളുടെ പക്ഷത്താണ്, വചനം നിങ്ങളുടെ പക്ഷത്താണ്.